ഇപ്പോൾ അവിടെ നിന്നുള്ള പ്രാദേശിക ലേഖകൻ റഫീഖ് തോട്ടുമുക്കം കൂടി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ റഫീഖ്, ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാമോ വിഷയവുമായി ബന്ധപ്പെട്ട? ശരി, റഫീഖിലേക്ക് മടങ്ങിയെത്താൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. നിരവധി യാത്രക്കാർക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. അതിലൊരു സ്ഥിരീകരണമൊക്കെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. കോഴിക്കോട് തിരുവമ്പാടിയിലാണ് കാളിയമ്പുഴയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞത്. ഒരുപാട് യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. സലാം മുഹമ്മദ് തുടരുന്നുണ്ട്. സലാം, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? അതെ, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സഹായത്തോടു കൂടിയുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം, ഔദ്യോഗിക സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്തുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ നിലവിൽ ഇപ്പോൾ കാളിയമ്പുഴ എന്ന് പറയുന്ന തിരുവമ്പാടിക്കും ആനക്കാംപൊയിൽ പ്രാഥമികമായിട്ട് ആളുകൾ പറയുന്ന കാര്യം ഇതാണ്: ആനക്കാംപൊയിൽ റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്ന ഒരു കാര്യം കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ടെന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു KSRTC അധികൃതരുടെയോ മറ്റു ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇത് നിലവിൽ ആകെ പറയുന്ന കാര്യം ഇതാണ്: ഈ നിലവിൽ ഈ ഭാഗത്ത്, അതായത് കാളിയമ്പുഴ എന്ന് പറയുന്ന തിരുവമ്പാടിക്കും ആനക്കാംപൊയിലിനും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ബസ് കുത്തനെ, അതായത് താഴ്ചയിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബസ് കുത്തനെ കിടക്കുന്ന ദൃശ്യം കാണുന്നതുപോലെ KSRTC ബസ് കുത്തനെയാണ് കിടക്കുന്നത്. നിരവധി യാത്രക്കാർ, ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ നിരവധി യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കൊക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ കാര്യമായി പരിക്കേറ്റവരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നത്. ഈ തിരുവമ്പാടിയിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിൽ ആളുകൾ ഉള്ളത്. അത് അവരുടെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവർക്ക് കൈക്കും അതുപോലെ തന്നെ കാലിനും അങ്ങനെയുള്ള പൊട്ടലുകൾ, എന്തിന് പൊട്ടലേറ്റിട്ടുണ്ട്, ആ രീതിയിലുള്ള പരിക്കുകളൊക്കെ തന്നെയാണ്. രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം ഒന്നും ഉണ്ടായില്ലല്ലോ അല്ലെ? ആ അപകട സമയത്ത് തന്നെ നാട്ടുകാരും പോലീസും ഒക്കെ എത്തിയിട്ടുണ്ടാകില്ലേ അല്ലെ? അതെ, ആദ്യഘട്ടത്തിൽ ഈ സമീപത്ത് ഈ അപകടം നടന്നതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന നാട്ടുകാരാണ് ഈ അപകടം ഉണ്ടായതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഓടിയെത്തിയത്. ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യം ഈ രക്ഷാപ്രവർത്തനം നടന്നത്. പിന്നീടാണ് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള മറ്റു ഏജൻസികളെ സഹായത്തിനായി വിളിച്ച് അല്ലെങ്കിൽ അവർ സ്ഥലത്തെത്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടന്നതിനെ തുടർന്ന് ഇവർ കൂടുതൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നിരവധി ഈ യാത്രക്കാരെ, കൂടുതൽ ആളുകളെയും തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മാറ്റാൻ കഴിഞ്ഞു. പിന്നീട് ഈ ക്രെയിൻ എത്തിച്ച് ഈ രീതിയിൽ ബസ് കുത്തനെ മറിഞ്ഞ ബസ് ഈ സ്ഥലത്ത് നിന്നും പൊക്കിയെടുക്കാനുള്ള ശ്രമം. ഈ ബസ് ഇപ്പോഴും ഈ പുഴയിൽ തന്നെയാണോ ഉള്ളത് സലാം? അല്ല, അത് ഉയർത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ ഇപ്പോൾ? നിലവിൽ ബസ് ഈ പുഴയിൽ നിന്നും ഉയർത്താനുള്ള ശ്രമമാണ് നാട്ടുകാരുടെയും നാട്ടുകാരുടെ സഹായത്തോടുകൂടി പോലീസും ഫയർഫോഴ്സും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രെയിൻ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ക്രെയിൻ സ്ഥലത്തെത്തിച്ച് ആ രീതിയിലുള്ള ബസ് ഈ കാളിയമ്പുഴയിലേക്ക് വീണ ബസ് കുത്തനെ ഉയർത്താനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിയത്. നാട്ടുകാരുടെയും പോലീസിനും സഹായത്തോടു കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും ബസ് ഈ പുഴയിൽ നിന്നും നീക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിൽ തന്നെ ഈ ക്രെയിനിന്റെ സഹായത്തോടു ശരി, സലാം തുടരുക. പ്രാദേശിക ലേഖകൻ റഫീഖ് തോട്ടുമുക്കം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. റഫീഖ്, ഈ അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായും ഞാനിപ്പോൾ ഈ അപകടം നടന്ന ഈ കാളിയാമ്പുഴ പാലത്തിന്റെ മുകളിലാണുള്ളത്. ഇത് ആനക്കാമ്പൊയിൽ ഭാഗത്തുനിന്ന് മുക്കം ഭാഗത്തേക്ക്, തിരുവമ്പാടി വഴി മുക്കം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇതിലെ കൈവരി ഒരു ഭാഗം തകർന്ന് ആ ഭാഗത്തുള്ള പുഴയിലേക്ക് മറിയുകയായിരുന്നു. അതിൽ നിരവധി, അതായത് കപ്പാസിറ്റി ഉള്ള അത്രയും ആളുകൾ തന്നെ യാത്രക്കാരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇവിടെ മുക്കം ഫയർഫോഴ്സ്, അതുപോലെ വിവിധ സന്നദ്ധ സേനകൾ, നാട്ടുകാർ, പോലീസ് എല്ലാവരും രക്ഷാപ്രവർത്തനത്തിനാണുള്ളത്. ഇതിൽ ഇപ്പോൾ നിലവിൽ ഈ ബസ്സിലുള്ള ആളുകൾ മുഴുവൻ വിവിധ ആശുപത്രികളിൽ എത്തിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലരുടെയും നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും തിരുവമ്പാടിയും ഓമശ്ശേരി സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. ഗുരുതര പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ തിരുവമ്പാടിയിലേക്കും ആനക്കാമ്പൊയിലും തമ്മിലുള്ള റോഡ് ഇപ്പോൾ
ഗതാഗത തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് റഫീഖ്, ഈ വാഹനം ഇപ്പോഴും പുഴയിൽ തന്നെയാണ്, അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ബസ്സിലുള്ള യാത്രക്കാരെ മുഴുവൻ, പരിക്കേറ്റവരെ മുഴുവൻ നിലവിൽ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരെ വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ അടിയന്തരമായിട്ടുള്ള രക്ഷാപ്രവർത്തനമായതുകൊണ്ട് തന്നെ കുറെ ആളുകളുടെ നില ഗുരുതരമായുള്ള അവസ്ഥ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ തിരുവമ്പാടി ലീസ ഹോസ്പിറ്റൽ, അതുപോലെ ഓമശ്ശേരിയിലെ ശാന്തി ഹോസ്പിറ്റൽ, മുക്കം KMCT ഹോസ്പിറ്റലുകളിലാണ് ഈ പരിക്കേറ്റവരെ ഇതാക്കിയിട്ടുള്ളത്.